ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലോ അല്ലെങ്കിൽ വിഷമഘട്ടത്തിലോ എന്തെങ്കിലും ലൈഫിൽ ഒരു ഡൗൺ ടൈമിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണുക, നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും. ഇപ്പം നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഒരു ആദ്യമേ നമ്മൾ ലുക്ക് ചെയ്യുന്നത് ഒരു ഗൈഡൻസ്, ഒരു പ്രോപ്പർ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കംഫർട്ട്. അതാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ നോക്കുന്നത്. നമുക്കൊരു ഗൈഡൻസ്, ഒത്തിരി വിഷമിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആരെങ്കിലും അടുത്ത് നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊന്ന് പറഞ്ഞ് നമുക്കൊരു റെസൊല്യൂഷൻ തരുന്ന ഒരു പേഴ്സൺ, അങ്ങനെ ഒരാളെയാണ് നമ്മൾ യൂഷ്വലി നമുക്കൊരു ഭയങ്കരമായ സങ്കടങ്ങളോ വിഷമങ്ങളോ പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഹോപ്പാണ് പ്രതീക്ഷിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. ബൈബിളിലെ ഒരു സ്റ്റോറിയാണ്. യോഹന്നാൻ്റെ രണ്ടാം അധ്യായത്തിലാണ് ഈ സ്റ്റോറി പറയുന്നത്. ഇതിങ്ങനെയാണ്: കാനായിൽ ഒരു കല്യാണ വിരുന്ന് നടക്കുകയാണ്. അവിടെ മാതാവും ഈശോയും ഗസ്റ്റായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, മാതാവിനെയും ഈശോയിനെയും. അപ്പോൾ കല്യാണ വിരുന്ന് നടക്കുന്നു. ആളുകൾ ഒത്തിരി പേരെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരുന്നു. ഫുഡ് സെർവ് ചെയ്യുന്ന ടൈമായി. ഫുഡ് എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെർവ് ചെയ്ത് വരുമ്പോഴാണ് അവരറിയുന്നത് അവരുടെ കയ്യിലുള്ള വൈൻ തീരാറായി. വൈൻ്റെ ഓൾമോസ്റ്റ് എൻഡായി. അപ്പം അവരെല്ലാം അങ്ങ് പാനിക്കായി. നമുക്കറിയാം, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുന്നു, ഫുഡ് തികയാതെ വരുന്ന ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് വരുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഷോർട്ടേജ് വരുമ്പോൾ ഒബ്വിയസ്ലി ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാം പാനിക്കാവും, അവരെല്ലാം ടെൻസ്ഡ് ആവും, സ്ട്രെസ്ഡ് ആവും. അതുപോലെ തന്നെ കാനായിലെ കല്യാണ വിരുന്ന് നടത്തിയ ആ വീട്ടുകാരും അതുപോലെ അവർ ഭയങ്കരമായിട്ട് വറി ചെയ്ത് അവർ വൈനായിട്ട് അവർ ഓടുകയാണ്. അപ്പം ഒരു ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി വേണം. അപ്പം പെട്ടെന്ന് ആ സ്പോട്ടിൽ അവർക്ക് ഈ വൈൻ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു സ്പേസ് അവർക്കവിടെ ലഭിക്കുന്നില്ല. വൈനായിട്ട് അവർ ഓടുവാണ്. അവർ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യമൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ മാതാവ് അവരുടെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി, ഇങ്ങനെ ഇവർക്കൊരു പ്രശ്നമുണ്ട് എന്ന് മാതാവ് മനസ്സിലാക്കുന്നു. ഇങ്ങനെ അവർക്കൊരു പ്രശ്നമുണ്ട്. മാതാവ് ഡയറക്റ്റായിട്ട് അതിൽ അവരുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ചോദിക്കുന്നൊന്നുമില്ല. ആ പ്രശ്നം മാതാവ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാതാവ് അത് ഈശോയോട് പോയി പറയുവാണ് ചെയ്യുന്നത്. ജസ്റ്റ് മാതാവ് പോയി പറയുമ്പോൾ ഇങ്ങനെ കഥ പോലെ പറയുന്നൊന്നുമില്ല. മാതാവ് ആകപ്പാടെ ഒരു വൺ വേർഡ് മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും മാതാവ് പറയുന്നുള്ളൂ: അവർക്ക് വീഞ്ഞില്ല. ഈശോയുടെ അടുത്ത് മാതാവ് പറയുന്നു അവർക്ക് വീഞ്ഞില്ല. മാതാവ് ഇങ്ങനെ പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മാതാവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് മാതാവ് പോയി ശിഷ്യന്മാരോട് പറയുന്നു. അങ്ങനെ ഈശോ പോയി ശിഷ്യരോട് പറഞ്ഞ് 6 വലിയ കൽഭരണികളുണ്ട്. അന്നത്തെ കാലത്ത് കൽഭരണികളാണ്. അങ്ങനെ കൽഭരണികളിൽ വെള്ളം കോരിക്കൊണ്ടുവരാനായിട്ട് ശിഷ്യന്മാരെ അയക്കുന്നു. ശിഷ്യന്മാർ പോയി ഈ വെള്ളം കോരിയെടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ ഈശോ ആ പ്യുവറായിട്ടുള്ള ആ വെള്ളത്തെ ബ്ലെസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള വൈനാക്കി മാറ്റി ഈശോയുടെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി ചെയ്യുന്നത് ഈ വെള്ളം വൈനാക്കിക്കൊണ്ടാണ്. അങ്ങനെ ജീസസ് ഹീസ് പെർഫോമിങ് ഹിസ് ഫസ്റ്റ് മിറാക്കിൾ, ദാറ്റ് ഈസ് ടേണിംഗ് വാട്ടർ ഇൻടു വൈൻ. അങ്ങനെ ആ പച്ചവെള്ളം പ്യുവറായിട്ടുള്ള ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അത് രുചിച്ച് നോക്കിയ ആളുകൾ പറയുന്നു, ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള വൈൻ ഇത്രയും നേരം നിങ്ങൾ മാറ്റി വെച്ചിരിക്കുമായിരുന്നോ? വീട്ടുകാരോട് ചോദിക്കുവാണ്, നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വൈനാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വൈൻ വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ആ വൈൻ്റെ ടേസ്റ്റ്. അങ്ങനെ ആ വീട്ടുകാർ പ്രതീക്ഷിച്ചതിലും അതിൻ്റെ
അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതിനെക്കാട്ടിലും അതിൽ 10 മടങ്ങ് പെർഫെക്റ്റായിട്ട് ആ വിരുന്ന് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് ആ മാതാവിൻ്റെ ആ ഇടപെടൽ, ആ ടൈമിങ്ങിൽ മാതാവിൻ്റെ ആ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് അത്രയും ആ പെർഫെക്ഷൻ ആ വിരുന്നിൽ വന്നത്. അവരുടെ ആ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആ നീഡ് എന്താണ് എന്ന് മനസ്സിലാക്കിയ മാതാവ് ആ വീട്ടുകാർക്ക് വേണ്ടി, വീട്ടുകാർ മാതാവിൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ ആവശ്യം മനസ്സിലാക്കി മാതാവ് ഡയറക്റ്റായിട്ട് ഈശോയോട് പോയി അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ചെയ്തത്. മാതാവിൻ്റെ റോള് ഒരു ഇൻ്റർസെസറാണ്, അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററാണ്. നമ്മൾക്കും നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിലും മാതാവ് ഇതുപോലെ ഒരു ഇൻ്റർസെസറായിട്ട് നിൽക്കുവാണ് ചെയ്യുന്നത്. നമുക്കും ഈശോയ്ക്കും ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ടാണ് മാതാവ് നിൽക്കുന്നത്. മാതാവ് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന മാതാവ് നമ്മുടെ ആ പ്രശ്നം മനസ്സിലാക്കി ഡയറക്റ്റായിട്ട് ഈശോയോട് അപേക്ഷിക്കുന്നു. അതിന് ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രെയറുണ്ട്. അതിങ്ങനെയാണ്: കാനായിലെ സങ്കടവേളയിൽ അവർക്കായി നസറായനായനോട് സംസാരിച്ച അമ്മേ, എൻ്റെ ജീവിത പ്രതിസന്ധികളിൽ നിൻ പുത്രനോട് പ്രാർത്ഥിക്കണമേ. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിത പ്രതിസന്ധികളിലും നമുക്കും ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഈ ജീവിത പ്രതിസന്ധികളിൽ അമ്മേ മാതാവേ, അങ്ങേ പുത്രനോട് ഞങ്ങൾക്കായി അങ്ങ് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നമ്മുടെ സങ്കടങ്ങൾ എല്ലാം മാതാവിന് അത് മനസ്സിലാക്കി മാതാവ് ആ കറക്റ്റ് സമയത്ത് ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ട്. പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കൺസേൺസ് ഉണ്ട്, അതുപോലെ അൺസർട്ടനിറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ, പിന്നെ ജോബ്, മാരേജ്, പിന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ പിന്നെ രോഗത്തിൻ്റെ അവസ്ഥകൾ, അങ്ങനെ നിരവധിയായ ജീവിത പ്രതിസന്ധികളും വിഷമസന്ധികളുമുണ്ട്. നമ്മുടെ ഈ ജീവിത പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ ഈ വിഷമസന്ധിയിൽ നമുക്ക് മാതാവിനോട് ഇങ്ങനെ അപേക്ഷിക്കാം: മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് നമുക്ക് മാതാവിനോട് അപേക്ഷിക്കാം. അമ്മ നമ്മുടെ വിഷമങ്ങളും പ്രാർത്ഥനകളും അമ്മ കാണുന്നുണ്ട്. അമ്മ ഈശോയോട് പറയുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ പറയും: ദേ ഹാവ് നോ പീസ്, ദേ ഹാവ് നോ ഹോപ്പ്, അല്ലെങ്കിൽ ദേ ഹാവ് നോ ഹോംസ്. അങ്ങനെ ജസ്റ്റ് ഒരു വൺ വേർഡായിട്ട് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഈശോയോട്, കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ പറഞ്ഞ പോലെ ജസ്റ്റ് അമ്മ ഒരു വൺ വേർഡ് മാത്രമേ ഈശോയോട് പറഞ്ഞുള്ളൂ. ഈശോ ബാക്കി എല്ലാം പ്രൊസീഡ് ചെയ്തത് ഈശോയാണ്. അതുപോലെ നമുക്ക് വേണ്ടി നമ്മുടെ അമ്മ മാതാവ് ഈശോയോട് നമുക്ക് വേണ്ടി നമ്മുടെ നിയോഗങ്ങൾ അമ്മ മാതാവ് ഈശോയോട് ചോദിക്കും. നമുക്ക് വിശ്വസിക്കാം, കാനായിലെ പോലെ ഈശോ നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, ഇന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇന്ന രീതിയിലൊരു റിസൾട്ടായിരിക്കും ലഭിക്കുന്നതെന്ന്. പക്ഷേ മാതാവിൻ്റെ ആ ഇടപെടൽ, മാതാവ് ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന വഴി നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അമ്മ മാതാവിനെ മുറുകെ പിടിക്കുക. നമ്മുടെ ജീവിതയാത്രയിൽ അമ്മയോട് കൂടെ ആയിരിക്കുക. അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അമ്മ മാതാവ് നമുക്ക് വേണ്ടി